നമസ്കാരം. സംസ്ഥാനത്തെ നടുക്കിയ അൽ മുക്താദിർ ജ്വല്ലറി തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. നൂറുകണക്കിന് നിക്ഷേപകരെ പറ്റിച്ചു മുങ്ങിയ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ മാനേജരും കേസിലെ രണ്ടാം പ്രതിയുമായ ഗുൽസാർ അഹമ്മദ് സെട്ടിനെ ക്രൈംബ്രാഞ്ച് പിടികൂടി. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ നീണ്ടുനിന്ന അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ശൃംഖലയുടെ മറവിൽ നടന്നത് സമാനതകളില്ലാത്ത പകൽക്കൊള്ളയായിരുന്നു. ചെയർമാൻ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന്റെ വിശ്വസ്തനും കമ്പനിയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും സൂത്രധാരനുമായിരുന്നു അറസ്റ്റിലായ ഗുൽസാർ അഹമ്മദ്. 24.86 കോടി രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 3 സ്റ്റേഷനുകളായി രജിസ്റ്റർ ചെയ്ത് 246 കേസുകളിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ. പണിക്കൂലിയോ പണിക്കുറവോ ഇല്ലാതെ സ്വർണം നൽകാമെന്ന ആകർഷകമായ വാഗ്ദാനമായിരുന്നു ഇവരുടെ പ്രധാന ആയുധം. സ്വർണ്ണാഭരണ വിൽപ്പന, മൂലധന കരാർ എന്ന പേരിൽ 5 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ് പലരും നിക്ഷേപിച്ചത്. എന്നാൽ ഈ പണം സ്വർണ്ണക്കച്ചവടത്തിനല്ല, മറിച്ച് പഴയ നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകാനാണ് ഉപയോഗിച്ചിരുന്നത്. കൃത്യമായ മണി ചെയിൻ രീതിയിലൂടെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇവർ വലയിലാക്കിയത്. ബഡ്സ് ആക്ടിന്റെ നഗ്നമായ ലംഘനങ്ങളും ദുരൂഹമായ വിദേശ ഇടപാടുകളും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് പുറത്തായതോടെയാണ് അൽ മുക്താദിറിന്റെ പതനം തുടങ്ങിയത്. പണം തിരികെ ചോദിച്ചവർക്ക് മുന്നിൽ ശാഖകൾ ഓരോന്നായി അടച്ചുപൂട്ടി. വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർ സെക്രട്ടേറിയറ്റ് മാർച്ചും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. നിയമക്കുരുക്ക് മുറുകിയതോടെ കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം കോടിക്കണക്കിന് രൂപയുമായി വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. മൻസൂർ രാജ്യം വിടാൻ ഗുൽസാർ അഹമ്മദ് സഹായിച്ചോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഏകദേശം 2000-ലധികം ആളുകൾക്ക് തങ്ങളുടെ ജീവിത സമ്പാദ്യം ഈ തട്ടിപ്പിലൂടെ നഷ്ടമായെന്നാണ് പ്രാഥമിക കണക്കുകൾ. ഗുൽസാർ അഹമ്മദിന്റെ അറസ്റ്റോടെ തട്ടിപ്പിലെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവരുമെന്നാണ് ക്രൈംബ്രാഞ്ച് കണക്കുകൂട്ടുന്നത്. സാധാരണക്കാരുടെ പണം എങ്ങോട്ടാണ് മാറ്റപ്പെടുന്നതെന്നും ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഉദ്യോഗസ്ഥർ. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും അൽ മുക്താദിർ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ രണ്ടാം പ്രതി ഗുൽസാർ അഹമ്മദ് സെട്ടിന്റെ അറസ്റ്റ് അൽ മുക്താദിർ തട്ടിപ്പ് കേസിന്റെ ഗതി മാറ്റുന്ന നിർണായകമായ വഴിത്തിരിവാണ്. മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കമ്പനിയുടെ സാമ്പത്തിക ബുദ്ധികേന്ദ്രം പിടിയിലായതോടെ നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ എങ്ങോട്ടാണ് കടത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ക്രൈംബ്രാഞ്ചിന് ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സാധാരണക്കാരുടെ അധ്വാന ഫലം അപഹരിച്ചവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഇതോടെ കൂടുതൽ ഊർജിതമാവുകയാണ്. ആകർഷകമായ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് നിക്ഷേപകർക്ക് ഈ അറസ്റ്റ് നീതി ലഭിക്കുമെന്ന ചെറിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എങ്കിലും കേസിലെ ഒന്നാം പ്രതിയും ഗ്രൂപ്പ് ചെയർമാനുമായ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം വിദേശത്തേക്ക് കടന്നത് അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇയാളെ കണ്ടെത്താനും നാട്ടിലെത്തിക്കാനുമുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ വേഗത്തിലാക്കേണ്ടതുണ്ട്. സ്വർണ്ണ നിക്ഷേപത്തിന്റെ പേരിൽ നടന്ന ഈ വൻ പകൽക്കൊള്ള സംസ്ഥാനത്തെ നിക്ഷേപകർക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളുടെ ആകർഷകമായ ഓഫറുകൾക്ക് പിന്നിലെ ചതിക്കുഴികൾ തിരിച്ചറിയാൻ പലപ്പോഴും പൊതുജനങ്ങൾക്ക് കഴിയുന്നില്ല. ബഡ്സ് ആക്ട് പോലുള്ള ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കുന്നത് ജാഗ്രതയുടെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് സ്ഥാപനത്തിന്റെ നിയമസാധുത പരിശോധിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. എന്തായാലും വലിയ വീഴ്ചകളാണ് വന്നിട്ടുള്ളത്. എന്തായാലും അൽ മുക്താദിർ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇനി അന്വേഷണം നിർണായക ഘട്ടത്തിലേക്കാണ്.